രണ്ട് ഗസ്റ്റുകൾ വന്നവരാ നമ്മളെ കാണാൻ പുഴയിൽ വന്നു. കൊത്തുന്നു വലിക്ക. ഇന്നത്തെ വീഡിയോയിൽ സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഹായ്, 123 വ്ളോഗിന്റെ പുതിയൊരു ക്യാമ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളെ ഇവിടുത്തെ ടെൻ്റൊക്കെ അഴിച്ച് പുതിയ സ്ഥലത്തേക്ക് പോവാണ്, പുഴയിലേക്കാണ്. അവിടെ ഇന്ന് നല്ല കിടിലം മീനെയൊക്കെ പിടിച്ച് കറിയൊക്കെ വെച്ച് ഇന്ന് പുഴയിലുള്ള അംഗം. അതിനു മുമ്പ് കാപ്പി ഉണ്ടാക്കണം, കാപ്പി കുടിക്കണം. കാപ്പി ഉണ്ടാക്കി കുടിച്ചിട്ട് നമ്മൾ പോകും അടുത്ത സ്ഥലത്തേക്ക്. അവിടെ ചെന്നിട്ട് മീൻ പിടിക്കണം. പുഴയിൽ ചെന്നാലേ വല വീശാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. വല വീശില്ലെങ്കിൽ നമ്മൾ ചൂണ്ടായി എടുത്തിട്ടുണ്ട് അല്ലേ? അതെ, ചൂണ്ട എടുത്തിട്ടുണ്ട്. നമ്മൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കും, തകർക്കും. അപ്പൊ എല്ലാരും ഞങ്ങളുടെ വീഡിയോ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. രാവിലെ കാപ്പിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പരിപാടിയാ. അങ്ങനെ പൊടി വറക്കുന്നു. നിഷ ദേ ഇരുന്ന് വിറക് കൊത്തുന്നു. ഇനി ഇതുണ്ടാക്കി കഴിച്ചിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. എനിക്ക് ഒത്തിരി വൈകിയാൽ അവിടെ ചെല്ലുമ്പോൾ അത്രയും വൈകും അല്ലേ? അവിടെ നേരത്തെ തന്നെ പോകാൻ നോക്കണം. അന്നേരം തീയൊട്ട് കത്തുന്നില്ല. ഞാൻ ഊതാം. നല്ല മഴയായിരുന്നു. അന്നേരം ചാറിലൊക്കെ അടിച്ച് തണുത്തിട്ടുണ്ട് വിറക്. നമ്മൾ ടെന്റിന്റെ അകത്തായതുകൊണ്ട് ആഴി ഇട്ടില്ല. ടെന്റിന്റെ പുറത്താണെങ്കിൽ നമ്മൾ ആഴി ഇടുമായിരുന്നു. ഇത്ര അടുത്ത് ആഴി ഇടാൻ പറ്റത്തില്ല, അതുകൊണ്ടാ. ആഴി ഇട്ടില്ല. ഇവിടെ കയ്യാല അതുകൊണ്ട് ആഴി ഇട്ടില്ല. ആഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പ് ഫയർ ഇട്ടിട്ടില്ല. ഉപ്പുമാവ് റെഡി. ക്യാരറ്റും കണ്ട കണസാമണസായൊക്കെ അരിഞ്ഞിട്ട് എന്നെ തീറ്റിക്കാനുള്ള പരിപാടിയാണ്. പച്ചക്കറി വിറ്റാമിൻസ് കുറവാന്നേ, അതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പച്ചക്കറി ആക്കി ഇട്ടൊക്കെ കഴിക്കില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഉപ്പുമാവിൻ്റെ അകത്തും ഫ്രൈഡ് റൈസിൻ്റെ അകത്തും എല്ലാത്തിൻ്റെ അകത്തും ഇപ്പോൾ പച്ചക്കറി തട്ടുക. ചായ രാവിലെ തന്നെ കാപ്പിയായിട്ട് പാൽച്ചായയും ഉപ്പുമാവും. സ്പൂണ് വേണം? സ്പൂണ് വേണ്ട. സമയം പോയിക്കൊണ്ടിരിക്കുക. പട്ടപ്പട്ട ആ പരിപാടി കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത സ്ഥലം. ഞാൻ ഉപ്പുമാവിൻ്റെ അകത്ത് ഇച്ചിരി നെയ്യോടെ ചേർക്കുവേ. എനിക്കതാ ഇഷ്ടം അല്ലേ? എന്നിട്ട് ഇഞ്ചി, ഉള്ളിയും, പച്ചമുളകും, കറിവേപ്പിലയും, ക്യാരറ്റും, ബീൻസോടെ ഇടും. വീട്ടിലായിരുന്നപ്പോൾ തേങ്ങയും കൂടി ഇടും കേട്ടോ. ഇടയ്ക്ക് തേങ്ങ കൊഴുപ്പായി ഒത്തിരി ആയാലോന്നോർത്ത് ഇടയ്ക്ക് ഉണ്ടാക്കും. പച്ചക്കറി ഇല്ലാത്ത സമയങ്ങളില്ല. കാപ്പി കൂടി കഴിഞ്ഞു, പയ്യെ പാക്കിങ് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ടെൻ്റൊക്കെ അഴിച്ച് നല്ല ക്ലീനാക്കി. ഒരു പ്ലാസ്റ്റിക്കോ ഒന്നും ഇട്ടിട്ടില്ല, ഒരു സാധനം ഇവിടെ അങ്ങ് ഇട്ടിട്ടില്ല. രണ്ട് ഉള്ളിത്തൊലി അല്ലാതെ. ഉള്ളിത്തൊലി വളമാണ്, വല. അപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്, പുഴയിലേക്ക്. നിഷ അങ്ങനെ കറങ്ങി ഇറങ്ങുന്നുണ്ട്. ഹെയർ പിൻ വളവുകളൊക്കെ വട്ടം തിരിഞ്ഞും ഒക്കെയാണ് ഇറക്കം. നിഷേ, താഴത്തേക്ക് പോയാണ്ടല്ലോ, അവിടെ കിടക്കും ഓടയിൽ. ഞാൻ വീട്ടിൽ പോവും. നല്ല വെയിറ്റും പിടിച്ചാ ഇറങ്ങുന്നേ. സൂക്ഷിച്ചിറങ്ങണം കേട്ടോ. ഇവിടെ നോക്കിയേ, നല്ല കാറ്റുള്ള മേഖലയാണ്. അങ്ങനെ നടന്ന് ഞങ്ങൾ പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങ് മുകളിലൊരു വെള്ളച്ചാട്ടമുണ്ട്, വലിയ വെള്ളച്ചാട്ടം ഉണ്ട്. ഇഷ്ടം പോലെ വിറക് കിടപ്പുണ്ട്. നിഷതേ നടന്ന് പാറപ്പുറത്തെത്തി. കണ്ടോ പുഴ? മറ സൈഡ് കാട്, ഒരു സൈഡ് ജനവാസ കേന്ദ്രം.
നമ്മൾ ടെൻറ്റ് വെക്കാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിച്ചേ, അത് ക്ലീൻ ആക്കുക. നല്ല ഇഷ്ടം പോലെ പാറയുണ്ടെന്നേ, പക്ഷെ മൊത്തം ഊച്ചാമ്പുറ. നമ്മൾ കിടന്നാൽ ഉരുണ്ട് താഴെ പുഴയിൽ ചെന്ന് കിടക്കാൻ പാകത്തുള്ളത്. അവിടെ നിരപ്പ് നോക്കി വന്നപ്പം ഇവിടെയാണ് കിട്ടുക. അപ്പം അവിടെ ഇച്ചിരി ചെളിയും വെള്ളമൊക്കെ ഉണ്ട്, കഴുകി ഉണക്കി എടുക്കണം. അങ്ങ് ദൂരെ പോയാ വെട്ടിക്കൊണ്ട് വന്നേ. ഇനി ടെൻറ്റ് ദേ ഇവിടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പുറത്തെ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് മാറ്റി പുതിയ സ്ഥലത്തേക്കാക്കി. നമ്മൾ കാട്ടിൽ പോയി ഈറ്റ വെട്ടിക്കൊണ്ട് വന്നേ, കണ്ട അത് ടെൻറ്റിന് വേണ്ടി മുറിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബലത്തിൽ കെട്ടണം, ഇച്ചിരി കഴിയുന്നതിന് നല്ല മഴയും കാറ്റും ആകുമ്പോൾ വേർപ്പ് വരണു. അതുകൊണ്ട് ബലത്തിൽ കെട്ടണം. അങ്ങനെ പടുത കെട്ടാനുള്ള ഫ്രെയിം ഏതാണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല കിടിലനായിട്ട് റെഡിയാക്കി. പടുത ഏകദേശം വലിച്ചു കിട്ടി. കല്ലെല്ലാം വെച്ച് നമ്മൾ ബലം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ വല്ല കാറ്റും വന്ന് പറന്നു പോയാൽ ഒരു പ്രാവശ്യം നമുക്ക് പറ്റിയതാ. വലിയ മഴയത്ത് നമ്മുടെ പടുത അങ്ങ് പറന്നു പോയി, മൊത്തം നനഞ്ഞു. അതും ഇങ്ങനെ പുഴയെ വന്നപ്പോൾ. അതുകൊണ്ട് നിറയെ കല്ല് വെച്ച് വലിയ കല്ലുകൾ എടുത്തുകൊണ്ട് വന്ന് ബലപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ചുന്തേ. ഇച്ചുതേ പുറകിൽ നിന്ന് പിന്നെയും ബലപ്പെടുത്തുന്നു, കല്ലൊക്കെ കൂട്ടിക്കെട്ടി. പുഴ ഇങ്ങനെ തീർത്ത് മറിഞ്ഞ് ഒഴുകുന്നു. ഇവിടെ ഒന്നും വെള്ളം കയറില്ല കേട്ടോ, ഒത്തിരി ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. പുഴ അങ്ങ് താഴെയാ. സ്ഥലം കാണുമ്പോൾ മാത്രമേ ഇങ്ങനെ തോന്നുന്നുള്ളൂ. ടെന്റ് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ടെന്റ് വെച്ചിട്ടുണ്ട്. പടുതയ്ക്കടിയില്ല ഈ കാറ്റെടുത്ത് പറിച്ച് കളയാതിരിക്കാൻ മൊത്തം സ്റ്റേ കെട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാ പറ്റി? ഞാനിത് കണ്ടോണ്ടിരിക്കുവായിരുന്നു. വിറക് വെട്ടാണ്. ഞാൻ വിറക് പറമ്പിൽ പോയി പെറുകിയോണ്ട് വന്നേ. അന്നേരം അത് ഇച്ചിരി മുഴുത്തതാ. അപ്പൊ നനഞ്ഞു കിടന്നോണ്ട് ഉണങ്ങിയത് വേണ്ടേ, അതുകൊണ്ട് ചെറുതാക്കി തരും എനിക്ക് പെട്ടെന്ന് തീ പിടിക്കാൻ വേണ്ടി. അത് ഞാൻ ചെയ്യാന്ന് പറഞ്ഞത്, അന്നേരം എന്നെ കൊണ്ട് ചെയ്യിച്ചില്ല. ഇത് മതിയല്ലോ. ദൈവം സഹായിച്ച് ടെന്റ് കെട്ടി തീരുന്നോടം വരെ മഴ പെയ്തില്ല. പക്ഷെ ഒരുവിധം നല്ല കാറ്റ് വീശുന്നുണ്ട്. ഇത് നേരെ പുഴയിലേക്ക് നോക്കുമ്പോൾ ഈ വസ്തും മരങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ടാണോന്ന് അറിയത്തില്ല, ഒരുവിധം നല്ല കാറ്റ് വരുന്നുണ്ട്. പുള്ളി ഒരു വള്ളിയും കൊണ്ട് ഇട്ട് അടുപ്പം അങ്ങനെ റെഡി. നിഷ ഇങ്ങനെ വട്ടം കറങ്ങി നടപ്പുണ്ട്. പിന്നെ ഇവിടുന്ന് ടെന്റിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് നോക്കി കഴിഞ്ഞാലുള്ള കാഴ്ച ഇത് കണ്ടോ. ടെന്റിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് നല്ല അടിപൊളിയാണ് കാണാൻ. കത്തിക്കാനുള്ള വിറക് ദേ കൊണ്ടുവന്ന് കൂട്ടി വെച്ചിരിക്കുന്നു. പാറയിലിട്ടൊന്ന് ചെറിയ വെയിൽ കൊള്ളിച്ച് കൊണ്ടുവന്ന് കൂട്ടിയിട്ടു. പുറത്തിറങ്ങി നോക്കിയാൽ ദേ നല്ല ഭംഗിക്ക് ഇങ്ങനെ കിടക്കുവാണ്. കുന്നും മലയും കാടുകളും താഴെ പുഴയും. ചൂണ്ടയുടെ പണിയാണ്. വൈകിട്ട് നമുക്ക് വല്ല മീനും പിടിക്കണ്ടേ. ഇന്ന് ചൂണ്ടയിടിയിലാണ്. വല വീശാൻ പറ്റുമോന്ന് അറിയത്തില്ല, വെള്ളം നല്ല ശക്തിയിലാണ് ഒഴുകണത്. എനിക്കും തരണേ ഒരു ചൂണ്ടായേ. അവിടെ നിന്ന് ഒരു കുഞ്ഞ്, അല്ല അവിടെ നിന്ന് ഒരു ചെറിയ ഈറ്റക്കമ്പ് വെട്ടിവെച്ചാൽ മതിയായിരുന്നു. എനിക്ക് കമ്പില്ലല്ലോ. ചുമ്മാ ഒരു നേരം പോക്കെ. എനിക്കും കാണില്ലേ ആഗ്രഹങ്ങളൊക്കെ. പേടിച്ചു പോയല്ലോ ഒരു ടിവിയില്. മണ്ണിരയെ പിടിക്കുക കേട്ടോ ചൂണ്ടയിടാൻ വേണ്ടിയേ. നമ്മളിന്ന് ചൂണ്ടയിൽ ഈ ഇര കോർത്തിട്ടാണ് മീൻ പിടിക്കണത്.
മണ്ണ് കുറച്ച് ഇച്ചിരി ചെളിയുള്ള നനവുള്ള മണ്ണ് ഇച്ചിരി ഇളക്കുമ്പോൾ ഇര കിട്ടും. അതുകൊണ്ട് വാക്കത്തേക്ക് അത് കുത്തി ഇളക്കി ഇത് കണ്ടോ, അതാണ് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നത്. ഇച്ചിരി കൂടുതൽ പിടിച്ചോ, ഞാനും ഇന്ന് ഇര പിടിക്കാൻ അല്ല മീൻ പിടിക്കാൻ വരുന്നുണ്ട്. ഞാനും പിടിച്ച് നോക്കട്ടെ കിട്ടുമോ ഇല്ലയോന്ന്. ഇര കിട്ടും. അങ്ങകലെ നമ്മൾ ടെൻ്റ് ഇരിക്കുന്ന കണ്ടോ, കാണാൻ വരുന്നുണ്ടോ? നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്. നിഷ ആണ്ടെ ഒരു മടക്കലയൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പം വെള്ളച്ചാട്ടോ, അതുകൊണ്ട് ഭയങ്കര സൗണ്ടായിരിക്കും. ആ ഇന്നത്തെ ഒരു സൗണ്ട് മാത്രം എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. നിഷ ആണ്ടെ ചൂണ്ടയൊക്കെ പൊക്കി പിടിച്ചങ്ങ് പോകുന്നുണ്ട്. മീൻ പിടിക്കാനുള്ള ധൃതിയിൽ പൊങ്ങ് പോകുന്നുണ്ട്. ചൂണ്ടക്കാരി ഹേയ് 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 നിഷയുടെ വരവ് കണ്ടോ. ഇന്ന് കൊമ്പസ് റാവിനെ പിടിക്കുമെന്നും പറഞ്ഞോണ്ടാ വന്നെ അല്ലേ നിഷേ? തോർത്തെന്തിനാ? ആ ഇര കോർത്ത് തന്നെ ഒന്നാ. ആ ഇരേനെ കോർത്ത് തരാം. നിഷ ചൂണ്ട ഇടാൻ പോവാണ്. ഇട്ടോ ഇട്ടോ, കൊതി തീരട്ടെ. മീൻ ഇപ്പം കിട്ടും ഇപ്പം കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് നിഷ ഇങ്ങനെ നിൽപ്പുണ്ട്. ആ കൊത്തുന്നു വലിക്ക 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 പൊക്ക. ആ അത് അതേ പോണം. കൂരിയാ കൂരി, പിടിക്കല്ലേ കുത്തും. കൊത്തിക്കൊണ്ട് പോകുന്നു വലിക്ക് വലിക്ക വലിക്ക. അതാ ആ അതേ പോണു. അതന്നെ പരല്, മുഴുത്ത പരല്. ഇവിടെ വെച്ചേ എങ്ങോട്ട് പോവാ? പടച്ച് പടച്ച പരല്. കറി വെക്കാനുള്ള മീന് നമുക്ക് ഇവിടെ നിന്ന് വല വീശി പിടിക്കാൻ പറ്റും. കുറച്ച് പൊടിമീനുകൾ കിട്ടുള്ളൂ. അത് ഒത്തിരി സമയം എടുക്കുമല്ലോ. എന്തായാലും ചൂണ്ടയിട്ട് നോക്കുന്നുണ്ട് നിഷ അവിടെ നിന്ന് ചൂണ്ട ഇടുന്നുണ്ട്. മഴ കാരണം കയറി ഓടി. രണ്ട് മീൻ നിഷ പിടിച്ച രണ്ട് മീൻ മാത്രമേ ഉള്ളൂ. അന്നേരം നല്ല മഴ, കൊടയൊന്നും എടുക്കാതെ തന്നെ പോയത്. ഇത്രയും നേരം മഴയില്ലായിരുന്നു. അത് ഞങ്ങൾ ഓടി പോന്നു. നിഷ അടുപ്പിലങ്ങനെ തീയൊക്കെ പിടിപ്പിച്ച ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം റെഡിയാക്കാൻ പോകുന്ന ഭാഗമാണ്. ഇപ്പം സമയം 3 മണി കഴിഞ്ഞ്. ഇപ്പോഴാണ് രാത്രിയിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പോണേ. രാത്രിയിലേക്കല്ല, ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പോണേ. നിഷേ എന്നെടുക്കുക? ചോറ് വെക്കാന്ന് പറഞ്ഞു ഉച്ചത്തേന്. അന്നേരം ഇപ്പൊ ചോറ് വേണ്ട, രാത്രിയിലത്തേന് മതിന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ചക്ക വരട്ടിയത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചക്കയുടെ ഉണ്ടാക്കാൻ പോവുക. അതാകുമ്പോ വിനിഷേന്റെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം ചക്കയട ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നു. ശർക്കരയുണ്ട്, തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ട്. വന്ന വഴിക്ക് ഇടനേലയും കിട്ടി. നല്ല ഫ്രഷ് ഇടനേല. നമ്മൾ വന്ന വഴിക്ക് പറിച്ചോണ്ട് വന്നതാ. ചക്കയടക്കുള്ള മാവ് നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുക്കുന്നു നിഷ. വയർത്ത് കുളിച്ച തവിട് പൊടിയായിട്ടായിരിക്കണേ. അത് മീൻ പിടിക്കാൻ പോയപ്പോ മഴ പെയ്ത് ഓടിയോണ്ടല്ലേ. പിന്നെ ഞാൻ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിലുള്ളതാ. ഇച്ചിരി വേർത്തൊന്നൊക്കെ ഇരിക്കും. ചക്കയുടെ ഇടനേലക്കകത്ത് പാക്ക് ചെയ്ത് എടുക്കുന്ന ഭാഗമാണ് മാവ്. എല്ലായിടത്തും ചക്ക സീസൺ ആയതുകൊണ്ടേ ഇപ്പൊ എല്ലാ വീട്ടിലും ഉണ്ടാക്കുമായിരിക്കും അല്ലേ? അതെ അതെ അതെ, എല്ലായിടത്തും ഉണ്ടാക്കും. ഇച്ചുവിന് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോ തന്നെ
കുറേ ചക്ക വരട്ടി കൊണ്ടുവന്നു. അത് കുറച്ച് ചേച്ചിന് വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചു, ബാക്കി ഞാൻ എടുത്തോണ്ട് പോന്നു. ചക്കയുടെ ഉണ്ടാക്കി 10 വരെയായി. അതൊന്നൊരു ഇച്ചിരീച്ചേ ഉള്ളൂ, ചെറിയ അടമേലായിരുന്നു കിട്ടിയത്. അപ്പൊ ചെറിയ അടയായിപ്പോയി. നല്ല മണമുണ്ട്. ചക്കയുടെ അങ്ങനെ അടുപ്പത്തായി. ചക്കയിടാന്നും പറയാം, കുമ്പിളപ്പം എന്നും പറയാം. എല്ലായിടത്തും കുമ്പിളപ്പം ഒന്നും വേണ്ട പറയണേ അല്ലേ? അല്ലേ നീഷേ? ഞങ്ങള് ചക്കടാന്നാ പറയണേ. ആ ശരി സാർ. വീണ്ടും ഞങ്ങൾ ചൂണ്ടക്കണയൊക്കെ ആയിട്ട് ഇറങ്ങി. അങ്ങനെ വന്നപ്പോൾ കണ്ടതാ വെള്ളത്തിനടിയിൽ ഒരു സൈസ് ചെടി നിൽക്കുന്നുണ്ടോ? ആ ഇത് വെള്ളത്തിൻ്റെ അടിയിൽ ഒരു പ്രത്യേക സൈസ് ചെടി, നല്ല ഭംഗി കാണാൻ. അന്ന് ഞങ്ങൾ വീഡിയോ കാണിച്ചത് ആ പാറപ്പുറത്ത് പാലത്തിൻ്റെ മുകളിൽ നിന്നാ. നമ്മുടെ ടെൻറ്റ് വെച്ചിരിക്കുന്ന കണ്ടോ? സ്ഥലം കണ്ടോ? ഇച്ചുവിന് ഒരു മീൻ കിട്ടി. ഇച്ചുവിന് ഞാൻ പിടിച്ചേക്കാളും വലിയ മീനാണേ. അതെല്ലാം ടേസ്റ്റ് ഉള്ളത് പിടിച്ചത് ഞാനാ. ഇത് കണ്ട ആ പച്ചക്കൂട്ടിലേക്ക് ഇട. എന്നോട് മത്സരിക്കാനാ ഞാൻ പിടിച്ചേക്കാളും പിടിക്കുമെന്നും പറഞ്ഞ്. ദേ രണ്ടാമത്തെയും പിടിച്ചു, എൻ്റെ ഒപ്പം ആയി. അതെന്നേരം എൻ്റെ പിടിച്ചോണ്ടിരുന്നപ്പോ മഴ പെയ്തോണ്ടല്ലേ, അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. എനിക്ക് വേറെ ചൂണ്ട കൊണ്ടുവന്നില്ല. അത് ഞാനും പിടിച്ചേനെ കുറേ. ഇല്ല, എന്റെ മേത്ത് വന്ന് ക്യാമറ വന്ന് ചുറ്റി. ക്യാമറ വന്ന് മീൻ ചുറ്റി. ക്യാമറയല്ല, എന്റെ മൊബൈലിൽ വന്ന് മീൻ ചുറ്റി. മൂന്നാമത്തെ മീനായി ചൂന. ഞാൻ പിടിക്കുമെന്ന് പറഞ്ഞില്ലേ? നാളെ ഞാൻ എവിടെന്നെങ്കിലും ഈറ്റ സംഘടിപ്പിച്ചിട്ട് പകല് ഞാനിരുന്നു പിടിക്കുന്ന നാളെ. ഇനിയിപ്പോൾ എന്തായാലും കുറേ ദിവസം പുഴയിൽ തന്നെയല്ലേ, ഇഷ്ടംപോലെ സമയമുണ്ട്. ചാടി അങ്ങ് പോയിച്ച. അപ്പൊ എടുക്ക മീൻ തെറിച്ച് അപ്പുറത്തെ പാറയിൽ പോയി. കണ്ട തെറിച്ച് ചൂണ്ടേന്ന്. ഞങ്ങക്ക് വറക്കാൻ. ഞാനും നിഷയും കൂടെ ചൂണ്ടയിട്ട് പിടിച്ച മീനാ കേട്ടോ ഇത് മുഴുവൻ. ഇത്രേ ഉള്ളൂ. ഉള്ളതും കൊണ്ട് ഓണം പോലെ. ഇനി വല വീശി ഒന്ന് നോക്കും കേട്ടോ, വലുത് കിട്ടുമെന്നൊക്കെ. ചൂണ്ടയിടയിലും കഴിഞ്ഞ് വന്ന പയ്യെ കട്ടൻ ചായയും ഇലയടയും അത് തന്നെ ചക്കയുടെയും കൂടെ കൂട്ടി ഒരു ചെറിയ കഴിക്കൽ. കിടിലം കട്ടൻ ചായ, ചക്കയട. നല്ല മണം കേട്ടോ ഇടനിലയ്ക്ക്. നല്ല കിടിലം മണം. സൂപ്പറാ സൂപ്പറാ. നല്ല സൂപ്പർ ടേസ്റ്റ്. അതെ, ഭക്ഷണം ഉച്ചയ്ക്ക് കഴിച്ചില്ല, ഒരു പഴം കഴിച്ചില്ല. ഇത്ര സമയം നല്ലപോലെ വിശന്നല്ല, അപ്പൊ നല്ല ടേസ്റ്റ് ഒക്കെ തോന്നും. സന്ധ്യ ആയപ്പോൾ ഞങ്ങൾ ചെറിയ തോതിലൊന്ന് വല വീശാൻ വേണ്ടി തീരുമാനിച്ച്.
ചെറുതായിട്ടൊന്ന് വല വീശി നോക്കട്ടെ, കറി വയ്ക്കാനുള്ള മീനെ കിട്ടുമെന്ന്. ഒന്ന് വീശി നോക്കുവാണേ. മൊത്തം ഒഴുക്കായതുകൊണ്ട് ഒരു കുഞ്ഞ് സ്ഥലം കിട്ടി, അവിടെയാണ് വീശ. കണ്ടോ, ചെറിയ സ്ഥലം. മീനുണ്ടോയെന്നൊന്നും നമുക്കറിയത്തില്ല, ഇവിടെ ആദ്യമായിട്ടാണ് വരണത്. അതെ, ഒരു സിലോപ്പി. കർത്താവേ, സിലോപ്പി എന്താ ഒത്തിരി വലിയ കണ്ടോ സിലോപ്പി. രണ്ടു മൂന്നെണ്ണം ഒന്നോടെ വീശാൻ പോവാണേ. വല വിരിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഒഴുക്കില്ലാത്തോളം കുറവാണ്. അതൊരു വലയും കൂടെ വിരിയാതിരുന്നാൽ എന്നാ ചെയ്യും എൻ്റെ മാഷേ. ഒരു ചെറിയൊരു മീനുള്ളതിനെ തിരിച്ചു വിടാം. ഒന്നോടെ വീശി നോക്കാൻ പോവുകയാണേ. അങ്ങോട്ടൊക്കെ നല്ല ഒഴുക്കാന്നേ വെള്ളത്തിന്. ഇതെങ്കോടെ ഉണ്ടോ? ഇല്ല അല്ലേ, മീനില്ല. ആ മോളിൽ നിന്ന് കിട്ടിയതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒന്നും മീനില്ലെന്ന് തോന്നുന്നു. നമ്മൾ ആദ്യം വീശിയ സ്ഥലത്ത് ഒന്നോടെ വീശി നോക്കാം, അവിടെ നിന്ന് മാത്രമേ മീൻ കിട്ടിയുള്ളൂ. ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് സമാധാനപ്പെടാം. രണ്ട് മൂന്ന് സിലോപ്പി കുഞ്ഞുങ്ങൾ അവിടെ. അപ്പം സിലോപ്പി ഉണ്ടെന്ന് മനസ്സിലായി ഇത്രയും നേരം നടന്നിട്ട്. എന്നാൽ ഞങ്ങൾ ചൂണ്ടിയിട്ടപ്പോൾ അവന്മാരോട്ട് കൊത്തിയതുമില്ലാന്നേ. എന്നാലും എന്തേ സിലോപ്പികൾ അതുണ്ട്. അതേ ഈ കിടക്കുന്ന 2-3 ഉണ്ട് കേട്ടോ. അതേ താഴെ ഒരു ഇച്ചിരി വലുതും കിടപ്പുണ്ട്. അപ്പോൾ ഇന്നത്തേനുള്ളതായി. വല വീശിയതും എല്ലാം കൂടെ കൂട്ടി എത്ര. ഇനി ഇവനെ മീൻ വെട്ടണം, കുളിക്കണം, ഡ്രസ്സ് മാറണം, അങ്ങനെ തകർപ്പൻ പരിപാടികൾ ഒരുപാട് കിടക്കുന്നു. ഭക്ഷണം പാചകം ചെയ്യണം. മീൻ വെട്ടുവാ. ആറ്റി ഭയങ്കര ഒഴുക്കായതുകൊണ്ട് ശബ്ദം ഒന്നും കേൾക്കൂല കേട്ടോ. കണ്ട കിടില മീനായിട്ട് വെട്ടി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കുളിയും കഴിഞ്ഞ് വന്ന നിഷ നല്ല കുട്ടപ്പത്തിയായിട്ട് ദേ അരി ഇട്ടു. ഇന്ന് ചോറാണ്. ഇന്ന് ചോറും മീൻകറിയും. പിന്നെ വന്ന വഴിക്ക് മുരിങ്ങയില കിട്ടിയിട്ടുണ്ട്. മുരിങ്ങയില പറിച്ചോണ്ട് വന്നു. മുരിങ്ങയിലയും പിന്നെ ചക്കക്കുരു തോരൻ വയ്ക്കും അല്ലേ. ചോറ് റെഡിയായി. മുരിങ്ങയില ദേ കുത്തിയിരുന്ന ഉണ്ടാക്കുന്നു. ചക്കക്കുരു വേവിക്കാനും വെച്ചു. ശകലം ചക്കക്കുരു വെച്ചിട്ടുള്ളൂ കേട്ടോ. രണ്ടും കൂടെ തോരന, മുരിങ്ങയില ചക്കക്കുരു തോരന. ചക്കക്കുരുവും മുരിങ്ങയിലയും തോരനും റെഡിയായി. ഇനി മീൻ വറക്കണം.
2 മിനിറ്റോടെ ഇരിക്കട്ടെ. ഏ 2 മിനിറ്റോടെ ഇരിക്കട്ടെ. ആ കാണിച്ചേ. അരച്ചൊന്നുമില്ല കേട്ടോ, നമുക്ക് അരയ്ക്കാനുള്ള മാർഗമില്ല. ചിരണ്ടി ഇടുകയാണ് ചെയ്തത് തേങ്ങയൊക്കെ. മീൻ വറക്കാൻ വെക്കുന്നു, പുഴമീനെ വറക്കാൻ വെക്കുന്നു. പുഴമീനെ പിടിച്ച് ഞങ്ങൾ അങ്ങനെ ചട്ടിയിലാക്കി. സംഗതി ഇതേ എണ്ണയ്ക്കകത്ത് കിടന്ന് മൊരിഞ്ഞോണ്ടിരിക്കുന്നു. ഇവനെ പിടിച്ച് ചോറിൻ്റെ കൂടെ കൂട്ടി ഒരു പിടി പിടിപ്പിക്കണം. മീൻ ഫ്രൈയും റെഡി. ഇനി ചോറുണ്ടാച്ചാൽ മതി. ഞങ്ങളിതേ ഭക്ഷണം കഴിക്കാൻ പോവുകയാണേ. നല്ല ചൂട് കഞ്ഞി, മീൻ വറുത്തത്, മുരിങ്ങയില ചക്കക്കുരു തോരൻ. ഇത്ര ഉള്ളു ഇന്ന്. ഞാൻ പിടിച്ച മീൻ നോക്കിയേ. ഈ മുരിങ്ങയിലയും കൂടെ കഴിച്ചേ. നീ മാത്രം എടുത്ത് കഴിക്കുകയാണ്. ഏലക്കറി കൂട്ടി എന്നെ സംഭവിക്കുന്നത് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ കഴിച്ചാൽ മതി. വിറ്റാമിൻസ് കുറവാ. ഏലക്കറികളും പച്ചക്കറികളും ഒന്നും കഴിക്കില്ല. അത് ഇങ്ങനെ വയ്യാന്ന് പറഞ്ഞോണ്ടിരിക്കുകയും ചെയ്യും. കഴിച്ചു നോക്കാം. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഇതല്ലേ അമ്മമാരുണ്ടെങ്കിൽ തന്നെ. എൻ്റെ വീട്ടിൽ അമ്മ മുരിങ്ങയിലേയും ചീരയിലേയും ചക്കക്കുരും ഒക്കെ തോരൻ വെച്ച് തന്നിട്ടുണ്ട്. ഇപ്പൊ പിന്നെ മുരിങ്ങയില കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ്. ഞങ്ങൾക്ക് മാങ്കുളത്ത് ഇവിടെ വന്നപ്പോൾ ഇഷ്ടം പോലെ മുരിങ്ങയിലല്ല. എല്ലാ ദിവസവും ഞാൻ ഉണ്ടാവും. ചക്കക്കുരു മുരിങ്ങയില സൂപ്പർ. ഞാൻ നോക്കുമ്പോ മീൻ തന്നെ പറഞ്ഞു. പിന്നെ ആ സമയം എവിടെ ഇരിക്കും. അതുപോലെ അങ്ങനെ കൊണ്ടില്ലല്ലോ. ഹായ്. അങ്ങനെ ഞങ്ങള് ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ചാടി ടെൻറ്റിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, കമൻറ്റുകളെല്ലാം ഞങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ ഈ സർവൈവൽ ക്യാമ്പ് ഞങ്ങളുടെ ഒപ്പം ഇത് കണ്ട് ആസ്വദിക്കാൻ താല്പര്യമുള്ള എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ. പുതിയ പുതിയ കാഴ്ചകളായിരിക്കും ഓരോന്നിലും വരാൻ പോകുന്നത്. പിന്നൊരു കാര്യം പറയാനുള്ളത്, കുറേ പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെ പേര് പറഞ്ഞേ? നൗഷി. ഹായ്. ഞാൻ എഴുതി വെച്ചാക്കോട്ടോ. ഷാഫി നാലത്ത്. ഹായ് ഷാഫി. ഹായ് ഷാഫി. ആന്ധ്ര അനീഷ്. ഹായ്. കോനി പത്തനംതിട്ടയിൽ നിന്ന് തോമസ്. ഹായ്. എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി നേരം വിളിച്ച് കാണാം. ഓക്കെ ടീക്കേ. ഓക്കെ. രണ്ട് ഗസ്റ്റുകൾ വന്നവരാ നമ്മളെ കാണാൻ പുഴയിൽ വന്നു ഇറങ്ങി. കണ്ട, ഞങ്ങളെ കാണാൻ വേണ്ടി രാത്രിയിൽ ക്യാമ്പ് ചെയ്യുന്ന പുഴയിൽ 2 പേര് വന്നു. ചേട്ടൻ്റെ പേര് വിഷ്ണു, ചേച്ചിയുടെ വിനയ. അങ്ങനെ 2 പേര്. അത് ഞങ്ങൾ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം. അവരിപ്പോൾ തിരിച്ചു പോകുന്ന ഭാഗമാണ്. ഞങ്ങൾ അവരെ കയറ്റി വിടുക, വഴിയിലേക്ക് കയറ്റി വിടുന്ന ഭാഗം. അപ്പോൾ ടാറ്റാ. അവരെ ഞങ്ങളെ കാണാൻ വന്നപ്പോൾ ഞങ്ങൾ അന്തം വിട്ട് പോയി കേട്ടോ. അല്ലേ?
ഭയങ്കര സർപ്രൈസും ആയിപ്പോയി, ഭയങ്കര സന്തോഷമായി പോയി. അവര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇവിടെ ഏതോ ഏരിയയിലാണ്. അങ്ങനെ അവർ നോക്കി വരുമായിരുന്നു പറഞ്ഞു, അങ്ങ് താഴത്തുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ വന്നപ്പോൾ വെട്ടം കണ്ടത്. അങ്ങനെ അവര് ഇറങ്ങി വന്നതാണ്. ഇത്ര രാത്രി ചെയ്യുന്നേ, 12 മണി കഴിഞ്ഞു. നമ്മള് സത്യം പറഞ്ഞ ആരായിരിക്കും എന്ന് ഓർത്ത് ഞങ്ങൾ ഈ ടെന്റ് വെച്ചിരിക്കുന്നതിന്റെ മോൾ ഭാഗത്ത് റോഡുണ്ട്. വണ്ടിക്ക് പോയപ്പോ കണ്ടിട്ട് വന്നതാണ്. അപ്പൊ ഭയങ്കര സന്തോഷമായി പോയി. തൊട്ടടുത്ത റോഡായത് കൊണ്ടാണ് അവർ ഇറങ്ങി വന്നത് കേട്ടോ. അങ്ങനെ രാവിലെ നേരം വെളുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ, നേരം വെളുത്തിരിക്കുകയാണ്. ദേ കണ്ട, നമ്മള് ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ആഹാ, നല്ല പോലെ നേരം വെളുത്ത്. ഇന്നലത്തെ കിടപ്പ് മാത്രം അത്ര സുഖമായില്ല. ഊർന്നൂർന്ന് ഇറങ്ങിപ്പോവായിരുന്നു താഴത്തോട്ട്. ഈ സംഗതി ഇവിടെ കിടക്കുന്നിടം നല്ല ചെരുവാണ്. ഇങ്ങനെ ഊർന്നൂർന്ന് താഴത്തേക്ക് പോയി. നിഷ രാവിലെ ചാടി എഴുന്നേറ്റ് ദേ പുറത്ത് പോയിരുന്നപ്പോണ്ട് തണുപ്പ് പഠിച്ച്. ഞാനും പയ്യെ പുറത്തിറങ്ങി നോക്കട്ടെ. കണ്ട മഞ്ഞും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. രാത്രി നല്ല നക്ഷത്രങ്ങളൊക്കെ കാണാമായിരുന്നു. ഇപ്പം മഴക്കാറ് ദേ ഓടി ഓടി പോകുന്നു. രാവിലെ കട്ടൻ ചായ വയ്ക്കാനുള്ള പരിപാടിയാണ്. രാവിലെ ഒരു കട്ടൻ ചായ വയ്ക്കുന്നു, കുടിക്കുന്നു. നിഷ രാവിലെ പല്ലൊക്കെ തേച്ചത് പുഴയിലേക്ക് പോയിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടി. ഞാൻ പല്ല് തേക്കാൻ വേണ്ടിയത് ഒരു കരിക്കഷ്ണവും ബ്രഷും എടുത്തിട്ടുണ്ട്. ഹായ്, രാവിലെ ഞങ്ങൾ കട്ടൻ ചായ ഒക്കെ കുടിച്ചിരിക്കുക. പിന്നെ ഇവിടുത്തെ ക്യാമ്പ് ടെൻ്റൊക്കെ മാറ്റി അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ മാറ്റി വയ്ക്കാൻ പോവുകയാണ്. അവിടെ കിടക്കാൻ പറ്റൂല, ഊർന്നു പോവാ. അപ്പോൾ ഇതിൻ്റെ അടുത്ത പ്രദേശത്ത് തന്നെ ടെൻ്റ് ഒരെണ്ണം മാറ്റി വെച്ച ഒരു വീഡിയോ കൂടെ ചെയ്യണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് വയ്ക്കുന്നു. ഒത്തിരി അകലം പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഹൈപ്പ് ചെയ്യണം കേട്ടോ, കൂടുതൽ പേരിലേക്ക് എത്താൻ വേണ്ടി. പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. കമന്റ് വേണം കേട്ടോ, അത് മസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമന്റുകൾ വായിക്കാൻ. ഞാൻ ആദ്യം കമന്റൊക്കെ വായിക്കണേ. എല്ലാത്തിനും ലൈക്ക് അടിക്കും, മറുപടി തിരിച്ചു വിടും. എല്ലാവരും കമന്റ് ഇടുക. അപ്പോൾ ടാറ്റാ, ബൈ.